ഹലോ ഗൈസ്, അങ്ങനെ വോഡഫോൺ 5Gയിലോട്ട് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. എയർടെൽ BSNLനെ കാട്ടിൽ ഒരു പടി മുന്നിൽ. കാരണം എന്താണെന്നറിയാം, അവരിപ്പോൾ CTR ടെക്നോളജി മറ്റുള്ള ബ്രാൻഡുകൾ കൊണ്ടുവന്നിരുന്ന എല്ലാവരോടെ ചേർന്ന് ഒരു കുടക്കീഴിൽ നിന്നുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ BI ഡയറക്റ്റ്ലി സാറ്റലൈറ്റിലോട്ട് വിട്ട് കളി. ഇനി തൊട്ട് സാറ്റലൈറ്റ് വഴി നമുക്ക് കോൾ ചെയ്യാം, നെറ്റ്വർക്കിംഗ് എല്ലാം നമുക്ക് കിട്ടും. നെറ്റ് ഇനി ഡയറക്റ്റ് ആണ്. അതുകൊണ്ട് മുറിയിലൊക്കെ റേഞ്ച് എന്നൊരു വിഷമിക്കേണ്ട. സാറ്റലൈറ്റ് കോളിംഗ് വന്നു, സാറ്റലൈറ്റ് വഴി ഇനി നമുക്ക് നെറ്റ്വർക്കിംഗ് ഒക്കെ കിട്ടും. ഡയറക്റ്റ് ടു സാറ്റലൈറ്റ് നെറ്റ്വർക്കിംഗ് കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ആയിരിക്കും. കാരണം ഹൈ സ്പീഡായിരിക്കും. സാറ്റലൈറ്റ് കോളിംഗ് വന്നിരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് സാറ്റലൈറ്റിലോട്ട് ഇനി തൊട്ട് ടവറുകൾ കാണത്തില്ല. ഒരു 2-3 വർഷം ഇപ്പോൾ 6G ഒക്കെ വരുന്ന സമയത്ത് 6G കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ടവർ ഇല്ലാതെ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ നേരെ ടവർ എടുത്ത് കളഞ്ഞിട്ട് നേരെ സാറ്റലൈറ്റ് വഴി നമുക്ക് കോൾ ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനം ഇനി വരുവാണ് ഫ്യൂച്ചറിൽ. അതിൻ്റെ ഒരു ചുവടുവെപ്പായിട്ടാണ് VI ഉടനെ അത് കൊണ്ടുവന്നു. കാരണം അവർക്ക് ടവറിൽ കിടന്ന് പണിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം അവർ. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹില്ലി ഏരിയാസിന് വേണ്ടിയാണ് അവരിപ്പോൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അല്ലാത്ത ഏരിയാസിലോട്ട് എപ്പോഴത്തേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും VIയുടെ കുറച്ച് നല്ല പ്ലാൻസുകളുണ്ട്. എന്ന് വെച്ചാൽ രാത്രി 6 മണി തൊട്ട് പിറ്റേന്ന് 12 മണി വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് 5G യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പോൾ 5G കൂടെ വന്ന സമയത്ത് അതൊരു നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ചില പ്ലാനുകളിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാറ്റലൈറ്റ് കോളിംഗ് വന്നതോടുകൂടി നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ റേഞ്ച് ഇല്ലാത്ത മലകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് VI മറ്റ് CTR ടെക്നോളജിയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവർ നേരെ ഡയറക്റ്റ് സാറ്റലൈറ്റിലോട്ട് പിടിക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചും കിട്ടും. ഇത് നമുക്കിപ്പോൾ റൂമിൽ ഇപ്പോൾ ടവറിലെ നെറ്റ്വർക്ക് നമുക്ക് റൂമിലൊക്കെ വെച്ചാൽ കിട്ടത്തില്ല, കുറേ ദൂരത്തെ. ഇപ്പോൾ സാറ്റലൈറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നെറ്റ്വർക്കിംഗ് കിട്ടും. ഒരു ഫൈബർ രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് സ്പീഡ് നമുക്ക് ഇനി തൊട്ട് കിട്ടും. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് അറിയില്ല. ഇപ്പോഴത്തേക്ക് അത് ചെയ്തേക്കുന്ന ഈ മലകളിൽ ഹില്ലി ഏരിയാസിൽ പോകുന്നവർക്ക് വേണ്ടിയാണ്. അവിടെ റേഞ്ച് കുറവാണ്. അപ്പോൾ ആ സമയത്ത് നേരെ ഡയറക്റ്റ് ടു സാറ്റലൈറ്റിലോട്ട് വേണ്ടിയാണ് VI ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അത് എത്രത്തോളം നമ്മളെ യൂസ്ഫുൾ ചെയ്യും, എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും ഉടനെ തന്നെ വരും. കാരണം ഈ CTR ടെക്നോളജിയൊക്കെ വന്നുകൊണ്ട് ഡയറക്റ്റ് ടു സാറ്റലൈറ്റ് ആയതുകൊണ്ട് ഹൈ സ്പീഡ് തന്നെ നമുക്ക് കിട്ടും. 1 GB/s മണ്ടയ്ക്ക് കിട്ടും. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വരുമ്പോൾ നോക്കാം. ഇതിപ്പോൾ കോളിങ്ങിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു ഹില്ലി ഏരിയാസിന് വേണ്ടി നമുക്ക് എമർജൻസി കോൾ പോലെ ആപ്പിളിൻ്റെ ഒക്കെ ഫോണുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. എന്തായാലും VIയുടെ ഒരു കുതിച്ചു ചാട്ടം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യും.